ചെയ്തവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. എന്തു പറ്റി ജോമിയ? ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ? കൈനീട്ട്, ഇനി മറക്കാതിരിക്കാനാണ്. അയ്യോ തന്നല്ലേ മിസ്, ഇനി ഞാൻ മറക്കില്ല. തന്നല്ലേ മിസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്വപ്നമായിരുന്നോ? ഭാഗ്യം. ഞാൻ ഇന്നും ഹോംവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ജോമി, എഴുന്നേക്കുന്നില്ലേ? സ്കൂളിൽ പോകേണ്ടേ നിനക്ക്? നേരം വൈകിട്ടോ? വയ്യമ്മേ, സുഖമില്ല. വല്ലാതെ ക്ഷീണം. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെങ്ങനെയാ? കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല. മഴ കൊണ്ടുവരും, പിന്നെ പനി പിടിക്കില്ലേ? നിൽക്ക്, ഞാൻ മരുന്നെടുത്തു വരാം. അങ്ങനെ ആ ഐഡിയ ഫലിച്ചു. അപ്പൊ ഇന്നും ഹോംവർക്ക് ചെയ്യണ്ട, സ്കൂളിലും പോകണ്ട. ജോമി, ഈ മരുന്ന് വേഗം കുടിക്ക്. നാളെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം, എന്നാലേ പനി മാറുകയുള്ളൂ. സാരമില്ല, കുറച്ചു നേരം കിടന്നോ. ഒന്ന് വിയർത്താൽ ശരിയാവും. അമ്മയൊന്ന് ഉഷാന്റിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. എന്തൊരു കയ്പാ മരുന്നിന്. സാരമില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. എന്തായാലും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി സുഖമായി ഉറങ്ങാം. അയ്യോ അമ്മേ, എനിക്ക് വയറ് വേദനിക്കുന്നേ. അയ്യോ, പനിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് കുടിച്ച മരുന്ന് കൊണ്ടാണോ ഇനി വയറുവേദന? അമ്മേ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ ഇവിടെയില്ല. അമ്മയോട് ഇനി വയറുവേദനയുടെ കാര്യം കൂടി പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കള്ളവും വിളിച്ചിട്ടാവും. അത് വേണ്ട. ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? ഐഡിയ. ഡാഡി വയറുവേദന വരുമ്പോൾ കുടിക്കുന്ന ഒരു മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കാം. യെസ്, ഇത് തന്നെ. അമ്മ വരുന്നതിന് മുന്നേ ഈ മരുന്നെടുത്ത് കഴിക്കാം. ജോമി, എന്താണ് ഡാഡിയുടെ മെഡിസിൻ ബോക്സിൽ? അത് ഒന്നുമില്ല അമ്മേ. ജോമി നോക്ക്, മരുന്ന് നിനക്ക് കളിക്കാനുള്ളതല്ല, അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്. അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. മുതിർന്നവരുടെ മരുന്ന് കുട്ടികളും കുട്ടികളുടെ മരുന്ന് മുതിർന്നവരും ഡോക്ടറുടെ സമ്മതമില്ലാതെ കഴിക്കാൻ പാടില്ല. സോറി മമ്മി, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പണി അഭിനയിച്ചതായിരുന്നു. സാരമില്ല, പോട്ടെ. ഇനി ശ്രദ്ധിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം. അമ്മ പറഞ്ഞു തരാം. താങ്ക് യു മമ്മി. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി മതി, ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കൾ ഉണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും.
കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. മമ്മി, ഡാഡിയുടെ ബർത്ത്ഡേ എന്നാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ? അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല. പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡി അല്ലേ. ഹായ്, ഗിഫ്റ്റ് റെഡി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാഡി. താങ്ക് യു ഡിയർ. എന്റെ മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ടോ ഒന്നും പറയുന്നില്ല.
ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്.